സാലിമോളുടെ സംഗീതത്തിന് പോകാൻ റെഡിയാവുകയാണ് ഞങ്ങൾ. തൊട്ടപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് കറക്റ്റ് ആ ഒരു സമയം എടുക്കാറായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതായത് ഒരു 6:30 മണി ആ ഒരു സമയത്താണ് ഇറങ്ങിയത്. ഈ വീഡിയോ എടുക്കുന്നത് നവംബർ 7, അന്നാണ് സാലിയുടെ സംഗീതം. അപ്പം ചെന്നപ്പോൾ തന്നെ അവൾ ഇതാ സുന്ദരി കുട്ടിയായിട്ട് റെഡിയായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ എല്ലാം കറങ്ങി നടന്ന് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സംഗീത പരിപാടിയൊക്കെ സ്റ്റാർട്ടാക്കി. സത്യം പറഞ്ഞാൽ ഇതെനിക്കൊരു വല്ലാത്ത ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഫസ്റ്റ് കല്യാണം എൻ്റേതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ടോട്ടലി ഒരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ ഭയങ്കര വിഷമമൊന്നും വരത്തില്ല, കാരണം എൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞല്ലോ, എനിക്കിതൊക്കെ അറിയാമല്ലോ എന്ത് സംഭവം എന്നൊക്കെ. പക്ഷെ എന്നാൽ കൂടിയും ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയ വിങ്ങൽ എനിക്കുണ്ടായിരുന്നു. കാരണം അവളെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ സംഗീത പരിപാടിയുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം അതിനായിട്ട് മയക്ക് മേടിച്ചപ്പം ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും പറയാനായിട്ട് അങ്ങോട്ട് വരുന്നില്ല. കാരണം അത്രത്തോളം ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അപ്പം അവൾക്ക് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിലും എനിക്കെന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിലും ഞങ്ങൾ ആ മതിലിൻ്റെ അടുത്ത് വന്നതെന്നാണ് കുറേ നേരം സംസാരിക്കാറുള്ളത്. സോ ഇനിയിപ്പം ഞാനിവിടെ വരുമ്പോൾ അവളുണ്ടാവില്ലായിരിക്കും, അവളിവിടെ വരുമ്പോൾ ഞാൻ കാണത്തില്ലായിരിക്കും. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ചെറിയ വിഷമമൊക്കെ ഉണ്ട് അതൊക്കെ ആലോചിക്കുമ്പം. അപ്പോൾ തിരിച്ച് നമുക്ക് സംഗീത പരിപാടിയിലേക്ക് വരാം. ഞങ്ങൾ ചെറിയൊരു സർപ്രൈസൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സംഗീതത്തിന് അവളുടെ ചെറുക്കം വരുന്നില്ല എന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളടുത്ത് പറയാതെ ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ചെറിയ സർപ്രൈസൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഡാൻസൊക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.